നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജസ്ഥാനിൽ റിഫൈനറിയിൽ വൻ തീപിടുത്തം. നാളെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാനിരുന്ന റിഫൈനറിയിലാണ് തീപിടുത്തമുണ്ടായത്. രാജസ്ഥാനിലെ പച്ചത്ര ബാലോത്രയിലുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി പെട്രോ കെമിക്കൽ കോംപ്ലക്സിലാണ് തീപിടുത്തമുണ്ടായത്. പ്രാഥമിക റിപ്പോർട്ടുകൾ അനുസരിച്ച് സംസ്കരണശാലയുടെ CDU അതായത് ക്രൂഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ് ഭാഗത്താണ് തീ പടർന്നത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപകടത്തിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടന ചടങ്ങുകൾ മാറ്റിവെച്ചിരിക്കുകയാണ്. സംഭവത്തിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ട് അട്ടിമറി ശ്രമം ഉണ്ടായോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അട്ടിമറി സാധ്യത തള്ളിക്കളയുന്നില്ല. രാജസ്ഥാനിലെ പച്ചത്ര ബാലോത്രയിലുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി പെട്രോ കെമിക്കൽ കോംപ്ലക്സ് ആണ് ഇത്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെയും രാജസ്ഥാൻ സർക്കാരിൻ്റെയും സംയുക്ത സംരംഭമാണിത്. ഇറക്കുമതി ആശ്രയിക്കുന്നത് കുറച്ചുകൊണ്ടും ആഭ്യന്തര ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിൽ ഈ റിഫൈനറി നിർണായക പങ്ക് വഹിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പ്ലാസ്റ്റിക്, ഫർണിച്ചർ, കാർഷിക പൈപ്പുകൾ, പാക്കേജിംഗ് ഫിലിംസ്, ഓട്ടോമൊബൈൽ ഘടകങ്ങൾ, സിന്തറ്റിക് ഫൈബറുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, പെയിന്റ്, ഡിറ്റർജന്റ് പോലുള്ള രാസവസ്തുക്കൾ എന്നിവയുൾപ്പെടെ നിരവധി ഉൽപ്പന്നങ്ങളുടെ വ്യവസായത്തിന് സംസ്ഥാനത്ത് വഴിയൊരുക്കാൻ ഉദ്ദേശിച്ചാണ് ഈ റിഫൈനറി സ്ഥാപിച്ചത്. എന്തായാലും സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. പുതിയ ഉദ്ഘാടന തീയതിയൊക്കെ പിന്നീട് പ്രഖ്യാപിക്കും. റിഫൈനറിയിലെ ക്രൂഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റിന് സമീപം തീപിടുത്തമുണ്ടായത് വളരെ ഗൗരവത്തിലാണ് എടുത്തിരിക്കുന്നത്. തീപിടുത്തത്തിൽ ആർക്കും പരിക്കേൽക്കുകയോ ജീവഹാനി സംഭവിക്കുകയോ ചെയ്തിട്ടില്ല എന്നത് ഏറ്റവും ആശ്വാസകരം. ഏകദേശം 2 മണിക്കൂർ എടുത്തു തീ നിയന്ത്രണ വിധേയമാക്കാൻ. നാശനഷ്ടങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്തൽ നടത്തുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് പുറമെ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ തിങ്കളാഴ്ച നടത്താനെന്ന സന്ദർശനവും തീപിടുത്തത്തെ തുടർന്ന് റദ്ദാക്കുകയും ചെയ്തു. സുരക്ഷാ വീഴ്ചയുണ്ടെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. സർക്കാർ ഒരുക്കങ്ങളിൽ തിടുക്കം കാട്ടിയെന്നും പദ്ധതി നടപ്പിലാക്കുന്നതിൽ കാലതാമസമുണ്ടായെന്നും പ്രതിപക്ഷ നേതാവ് ടിക്കാറാം ജൂലി പറഞ്ഞു. പദ്ധതിയുടെ ഏകദേശ നിക്ഷേപം 79,450 കോടി രൂപയാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയിൽ വലിയ പ്രാധാന്യമുള്ള പദ്ധതിയാണ് ഈ റിഫൈനറി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രതിവർഷം 90 ലക്ഷം ടൺ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കാൻ ശേഷിയുണ്ട്. 79,000 കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി രാജസ്ഥാന്റെ വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്ക് വലിയ സഹായകമാകും. റിഫൈനറിയിൽ ക്രൂഡ് ഓയിൽ സംസ്കരണത്തിനുള്ള ട്രയൽ റൺ ജനുവരിയിൽ തുടങ്ങിയിരുന്നു. ഹിന്ദു പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് രാജസ്ഥാൻ സർക്കാർ സംയുക്തമായി നടപ്പിലാക്കുന്നു എന്ന ഒരു സവിശേഷത കൂടി ഇതിനുണ്ടായിരുന്നു. 2013 അന്നത്തെ UPA ചെയർപേഴ്സൺ സോണിയാഗാന്ധിയാണ് പദ്ധതിക്ക് തറക്കല്ലിട്ടത്. 2018 ജനുവരിയിൽ നരേന്ദ്രമോദി ഔപചാരിക തുടക്കമിട്ടു. ഇറക്കുമതി ചെയ്യുന്നവയ്ക്കൊപ്പം രാജസ്ഥാനിൽ നിന്ന് കിട്ടുന്ന ക്രൂഡ് ഓയിലും ഇവിടെ ശുദ്ധീകരിക്കാനാകും. പെട്രോ കെമിക്കൽ പ്ലാന്റും ഉണ്ട്. അത്യാധുനിക BS6 സ്റ്റാൻഡേർഡ് റിഫൈനറിക്ക് പുറമെ പെട്രോ കെമിക്കൽ പ്ലാന്റ്, പരിസ്ഥിതി സംരക്ഷണത്തിന് സീറോ ലിക്വിഡ് എഫ്ലുവൻറ്റ് ഡിസ്ചാർജ് സംവിധാനം, ക്രൂഡ് ഓയിൽ ശുദ്ധീകരണ സമയത്ത് ദ്രാവക മാലിന്യം പുറത്തേക്ക് ഒഴിക്കില്ല എന്നതും ഏറെ പ്രയോജനകരമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.